ജനങ്ങളിൽ 3 വിഭാഗം ആളുകളുണ്ട്. അവർ മനസ്സുകളിൽ വിദ്വേഷവും വെറുപ്പും നട്ടുപിടിപ്പിക്കുകയും ഉണ്ടാക്കി വെച്ചതെല്ലാം തകർത്ത് കളയുകയും ചെയ്യും. അതിലൊരു വിഭാഗം ജനങ്ങളുടെ പോരായ്മകളും ന്യൂനതകളും ചുഴ്ന്ന് അറിയുകയും അത് പരസ്യപ്പെടുത്തി അവരെ അപമാനിക്കുകയും ചെയ്യുന്നവർ. രണ്ടാമത്തെ വിഭാഗമാവട്ടെ സ്വയം വലുതാകുന്നവർ, പൊങ്ങച്ചം നടിക്കുന്നവർ. മൂന്നാമത്തെ വിഭാഗം താൻ ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റുള്ളവരെ കാണിക്കാനും അവരുടെ പ്രശംസ നേടിയെടുക്കാനും വേണ്ടി മാത്രം ചെയ്യുന്നവർ. മറ്റൊരു 3 വിഭാഗം അവർ മനസ്സുകളിൽ സ്നേഹവും സന്തോഷവും നട്ടുപിടിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുന്നവർ. അവർ ദൈവീകമായ ഉന്നത സ്ഥാനങ്ങൾ നേടിയെടുക്കുകയും സുഖജീവിതം സമ്പാദിക്കുകയും ചെയ്യും. അതിലൊരു വിഭാഗം സൽസ്വഭാവികളാണ്. രണ്ടാമത്തെ വിഭാഗമാവട്ടെ ആത്മാർത്ഥമായി കാര്യങ്ങൾ ചെയ്യുന്നവർ. ഏതൊരു കാര്യം ചെയ്താലും ദൈവീക പൊരുത്തം മാത്രം കാക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർ. മറ്റുള്ളവരുടെ പ്രശംസയോ മറ്റുള്ളവരുടെ അംഗീകാരമോ ഒന്നും ആഗ്രഹിക്കാതെ, താൽപ്പര്യപ്പെടാതെ ആത്മാർത്ഥമായി കാര്യങ്ങൾ ചെയ്യുന്നവർ. മൂന്നാമത്തെ വിഭാഗം വിനയാന്വിതരായ ആളുകൾ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, അവർ പറയുന്നു, ഹാസിബു ഖബല അൻ തുഹാസബു, ഹാസിബു അൻഫുസകും ഖബല അൻ തുഹാസബു, നിങ്ങളെ തന്നെ സ്വയം വിചാരണ നടത്തുക, വിചാരണ ചെയ്യപ്പെടുന്ന ഒരു നാൾ വരുന്നതിൻ്റെ മുമ്പ്. ഫഇന്നഹു ഐസറു വ അഹ്വനു ലി ഹിസാബിക്കും, അത് നിങ്ങളുടെ യഥാർത്ഥ വിചാരണയെ ലളിതമാക്കുകയും എളുപ്പമാക്കുകയും ചെയ്യും. വസിനു അംഫുസക്കും കബല അൻ തൂസനു, നിങ്ങളുടെ പ്രവൃത്തികളെയും ചെയ്തികളെയും തൂക്കിക്കണക്കാക്കുക. എല്ലാം തൂക്കിക്കണക്കാക്കപ്പെടുന്ന ഒരു നാൾ വരാനുണ്ട് അതിനു മുമ്പ്. വതജഹസു ലിൽ അർദിൽ അക്ബർ, ആ വലിയ വിചാരണ നാൾ, പ്രതിഫല നാൾ, അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങി തയ്യാറാവുക. അൽ-ഹാഖ സൂറത്ത് 18-ാമത്തെ സൂക്തത്തിൽ കാണാം, യൗമഇദിൻ തുഅറദൂന ലാ തഖ്ഫാ മിൻകും